അപ്പോൾ നമുക്കിന്നൊരു സ്പെഷ്യലായിട്ടുള്ള കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തലേന്ന് വെള്ളത്തിലിട്ട കടല നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കണം. അതിനകത്തോട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് വേവിച്ചെടുക്കാം. ആ ടൈമിൽ നമുക്ക് ഒരു 2 പച്ചക്കായ, ഒരു കഷ്ണം ചേന, 2 പച്ചമുളക് എടുത്ത് ക്യൂബ്സ് ഇല്ലേ നമ്മൾ അതേപോലെ കട്ട് ചെയ്തെടുക്കുക. സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുത്ത് അതിനകത്തോട്ട് 1.5 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. ഇതെന്ന് വെച്ചാൽ ഓരോ നാട്ടിൽ ഓരോ രീതിയിലായിരിക്കും നിങ്ങൾ കൂട്ടുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റായിട്ടുള്ള കൂട്ടുകറിയാണ്. അപ്പം നമ്മളെ കണ്ണൂരിലൊന്നും ഇതുപോലെയല്ല ഉണ്ടാക്കുന്നത്, വേറൊരു രീതിയിലാണ്. അത് നിങ്ങൾക്കൊരു ദിവസം ഞാൻ പിന്നെ ഒരു വീഡിയോ ആക്കി ഇട്ടുതരാം. അപ്പോൾ ഈ കൂട്ടുകറി എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ വേവാൻ വെച്ച കഷ്ണങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് അതിന് മുങ്ങാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ച് നന്നായി വേവാൻ വെക്കുക. ആ ഒരു ടൈമിൽ അത് വെന്ത് വരുന്ന ഒരു ടൈമിൽ അതിനകത്തോട്ട് ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര ഇട്ട് കൊടുക്കുന്ന വെച്ചാൽ അതിൽ നമ്മളിട്ടിരിക്കുന്ന കുരുമുളക് പൊടിയുടെ ഒക്കെ ഒരു കുത്തലുണ്ടാവും. ആ ഒരു ഇത് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. ശർക്കര ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കടല ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി അതിനെ ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ആ ടൈമിൽ നമ്മളൊരു അരമുറി തേങ്ങ എടുത്ത് അതിനകത്തോട്ട് ജീരകം, മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ആ അരച്ചെടുക്കുകയെന്ന് വെച്ചാൽ നന്നായി അരയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ പരിപ്പ് കറിക്കൊക്കെ അരക്കുന്നില്ലേ, അതേപോലെ ഒന്ന് അരച്ചെടുക്കുക. അതും ഈ കൂട്ടിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് വേവാൻ വെക്കുക. ആ ടൈമിൽ നമ്മളൊരു ഫ്രൈ പാനിൽ കുറച്ച് തേങ്ങ എടുത്തിട്ട് വറുത്ത് കൊടുക്കുക. ഈ ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് കടുക്, ജീരകം, വറ്റൽമുളക് ഇവയൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ കടുക് പൊട്ടിക്കാറില്ല കൂട്ടുകറിയിൽ. ഞാൻ വെറുങ്ങനെ എണ്ണയിലത്തോട്ട് തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ് ചെയ്യുക. നമ്മൾ തീയലിന്, സാമ്പാറിനൊക്കെ തേങ്ങ വറുത്തെടുക്കുന്നുണ്ടല്ലോ, അതുപോലെയാണ് തേങ്ങ വറുത്തെടുക്കേണ്ടത്. നല്ല ബ്രൗൺ കളറാവണം. ആ ബ്രൗൺ കളറാവുന്ന ടൈമിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ആ കറിവേപ്പില നന്നായി മൊരിഞ്ഞിട്ട് പൊട്ടുന്ന രീതിയിലാവുമ്പോൾ ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടുകറിയിലത്തോട്ട് ഈ തേങ്ങ ഇട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ആ ഇടുന്ന ടൈമിൽ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും ടേസ്റ്റായിട്ടുള്ള കൂട്ടുകറിയാണ്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നും വ്യത്യസ്തമായൊരു കൂട്ടുകറി ആയിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.